നമ്മൾ 2 ടീം തോറ്റ് പുറത്താകാൻ കാരണേ ആ ഭൂതാണ്. ഓന്റെ ഒറ്റ ഊത്താണ് കാരണം. ഓന്റെ അവസാനാവും. എവിടെ ജോനെ കെട്ടിട്ടിരിക്കണെന്ന് പറഞ്ഞു? ഞാനല്ലേ കെട്ടിട്ടിരിക്കണേ. ഹൈ ഹൈ അന്തിക്ക് കളി കാണാൻ പോണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് കത്തണ്ടപ്പ. ഇതിന്റെ ബാറ്ററി എവിടുന്നാ കിട്ടാ? ഉത്സവം 100 വട്ടം ഞാനോട് പറഞ്ഞു ഈ കുട്ടികളെ ഡയപ്പർ ഉണ്ടെങ്കിൽ ക്ലോസറ്റ് ആ കോയാക്കാണ്. അതിനാ കെട്ടിട്ട് പൊതിരെ തലയുണ്ട്. നമ്മൾ ചെല്ലുമ്പോഴേക്ക് ജീവൻ ബാക്കി ഉണ്ടായാൽ മതി. നടന്നു വേ നടക്കേ. ചുമ്മാ 2 പൊട്ടിച്ചാലും എല്ലാം ഇതൊക്കെ കത്തിച്ചാ പോരെ. അതിന് കത്തിക്കണ മിഷീൻ വാങ്ങിട്ടേ. കത്തിച്ചുള്ള സാധനം എന്റെ വാപ്പ പോക്കറിനോട്. എല്ലാ ശത്രുക്കളെയും നീ എന്റെ അടുത്ത് നിന്ന് അകറ്റണമേ. അപ്പുണ്ണേട്ടാ നായ്ക്കളെ അയച്ചിട്ടിക്കണാവോ? ആരാണ് എടാ കള്ളം മന്ത്രവാദി ചേർത്തേ. കണ്ടില്ലടാ ഞങ്ങള് ഫൈനലിലേക്ക് എത്തിയത്. മെസ്സിന്റെ നേരെ ഊതാ ചായച്ചില്ലടാ. വാർത്ത വാപ്പുട്ടിയോ എന്തേ പോന്നു? സങ്കടത്തിലാണ്. സമ്മർദ്ദത്തിലോ? ആരായിട്ട്? ഊതാ ഈ അടി അനക്കുള്ളതല്ല, കമ്മിറ്റി ടീം എന്ന് പറഞ്ഞോൾക്കുള്ള. നേരെ നിക്കടാ പൊന്നാര കാക്ക. ഞാൻ ഊതിട്ട് ഇങ്ങോട്ട് ടീം എന്തേ പറ്റിക്കണോ? പുന്നാര കോയ അന്റെ പെരിയിലുള്ള കുട്ടികളൊക്കെ വൈക്കോലാ തിന്നല്. കിട്ടിയത് മുഴുവടുത്ത് മണത്തോക്കണ്ടല്ലോ. അങ്ങനെ മണൻ ജന്തിരെ വന്നോ? ജന്തുവിനെ സങ്കടത്തിലോ? എന്റെ കുട്ടിക്ക് പറ്റിയേ മോളെ കുടിയൊക്കെ മോള് കുടി തുടങ്ങിയോ? അല്ല അന്നത്തെ ഊത്തുകാരനെ പറ്റിയോര് എന്നെ പഞ്ഞിക്കിടാൻ വരുന്നുണ്ട്. പോണു. അപ്പൊ നിങ്ങളൊന്നും അറിയിട്ടില്ലേ? കോയാക്കാരെ ജന്തുവിനെ കെട്ടിട്ട് തല്ലിടും. അപ്പൊ നിങ്ങളേതാ ടീം? ഒന്നോ എന്റെ പെരീത്തെ ജന്തുവിനെ ഞാൻ കൊല്ലണ്ട ആവശ്യം. കോളിംഗ് ബെല്ല അവിടെല്ല തവള ഏതാക്കണം ഇവിടെയാണ്. എന്റെ പെരീത്തെ ബെല്ലൊക്കെ ജന്നെ മറന്നു. കുടിരിപ്പ് ഈ വക സാധനങ്ങളൊന്നും ഇപ്പൊ തല്ലാത്തിന്റെ ടീം നോക്കണു. ഒരു മത്സരം കിട്ടിയല്ലേ വരി. ഞാൻ പോയൊക്കെ നമുക്ക് ഇതാ കുണുങ്ങളെ ഊതി തോൽപ്പിച്ചോ. ഒരു മിനിറ്റ്. ആ റൊണാൾഡോക്ക് കിട്ടുന്ന കപ്പടിച്ച് നാശാക്കിയത്. ഞമ്മക്കൊക്കെ നല്ലോണം വയസ്സായിക്കണ് തവളെ. എത്തത് ഇതെന്തിനാ കൊടുക്കണോ? ഇന്ന് രാത്രി കളി കാണാൻ പോണ്ടേ? ഇത് കത്തണില്ല. അതിന്റെ ബാറ്ററി കഴിഞ്ഞിക്കണോ? വന്നിട്ട് ഒന്ന് ഏത് മലവെള്ളപ്പാച്ചിന്ന് വരെ അടച്ചു തമ്മിൽ പാസ്വേഡ് കൊടുക്കാതെ അവിടുന്ന് കപ്പിട്ടിന്. നീ കുറച്ച് മാറുന്ന നോക്കിയാ എല്ലാന്നുണ്ട് എന്റെ പെരീന്ന് 2 ബാറ്ററി എടുക്കാം. കറക്റ്റ് കറക്റ്റ്. മറ്റേ അവസാനത്തെ ലോപ്പാണ്. ആ ജൂതി നാസാക്കില്ലേ? ഈ പന്നിക്കുന്ന മൂത്രത്തിൽ കല്ലുണ്ടോ? കപ്പള കിട്ടേ ചകിരിണ്ട് ഞാൻ തരാം. ഇതൊക്കെ കുറഞ്ഞ പൈസക്ക് വാങ്ങാൻ കിട്ടും. പുളിച്ചോടെ നോക്കിക്കണ്ട. ജിങ്ങളുണ്ടല്ലേ ആണെങ്കിൽ കൊടുത്തോ. ഒരു മിനിറ്റ് കട്ടച്ചല്ല തവളെ. ആ ഹംസാജില്ലേണി ഏത് പിലാച്ചോട്ടിലെ ആ ചങ്ങായി നമ്മളെ രാജ്യം തകർത്താനുള്ള പരിപാടിയാ തോന്നുന്നുണ്ട് തവളെ. സ്ഥലം പറഞ്ഞു നോക്കട്ടെ. ഇവനെ നമ്മൾ ഒറ്റക്ക് തച്ചിട്ട് കാര്യമില്ല. എല്ലാരും കൂടി കൂടി തല്ലണം. എന്നാലും അവനെ ചെറിയ നിൽക്കുള്ളൂ. ഞാൻ എന്റെ കണ്ണോണ്ട് ഒരു പരിപാടി കണ്ടു. ഓന്റെ പെരിയിൽ ഒരു മിസൈല് കൊടുന്ന് വെച്ചുകൂടോ. മിസൈലോ? അതിന്റെ മൂട്ടില് തീയിടുക, നേരെന്ന് പുക ഇങ്ങനെ പൊന്തുക. കണ്ടിട്ടോ? സാധാരണ ഞാൻ ഈ സന്ധ്യാസമയത്ത് നോക്കാറില്ല. എന്നാലും ഒന്നങ്ങനെ നോക്കുക. അവസ്ഥ ആണല്ലോ. നിർത്തി നിർത്തി നിർത്തി. ബീരങ്കി അല്ല, ബീരങ്കി കണ്ട ഇച്ച മൂട്ടിൽ തിരിച്ചു കൊടുത്തിട്ട് മേപ്പെട്ട് പോണ സാധനം ഒന്ന് വേണം. ഒന്ന് വേണം എനിക്ക്. എന്റെ അമ്മ ചാവാൻ നിക്കല്ലോ ഈ മോണ്ടി സമയത്ത്. അത് പറ്റിയല്ല രമണിയ ബാപ്പുട്ടിയാ. ചങ്ക കുടുങ്ങിയതാ. ഇതെന്ത് ജന്തുവാണ്? ഒന്നാ ചങ്ങ 3-4 ആൾക്കാർ എന്നെ പോയി തച്ചിട്ട് എനിക്ക് എന്തത്തെ ചെറി. അതിന്റെ കുട്ടൻസ് എന്താന്ന് പറഞ്ഞ അതല്ല. അല്ല റോക്കറ്റ് കാരം. ജാക്കറ്റ് അല്ല. ജാക്കറ്റ് കണ്ടറിയില്ല കോയെ. റോക്കറ്റ് ആണ് ജാക്കറ്റ്. ലൈറ്റ് ഒക്കെ ഒന്നിട്ടാ. വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, മൈജി മൈജി പേപ്പറ്റേ നപ്പ കട്ടയച്ചോടും. എന്റെ കാലിന്റെ ചിരട്ട വരെ പൊട്ടി. ഇജെന്താ തിന്നല്? ഇരുമ്പാ? അനക്കൊന്നും ഏക്കില്ല ചങ്ങായിയെ. ഇജെത്ത തിന്നല്? കേക്കല് എത്ത നോക്കണു കണ്ടായി ആ പുക പൊന്തളൂ. അതാണ് ഞാൻ പറഞ്ഞ ആ മിസൈല്. അടച്ചോനെ, അത് ഇൻസിനേറ്റർ. ബാപ്പുട്ടിയെ വരിക. നമ്മളെ പെരിന്തൽമണ്ണ ബൈപ്പാസ് അറിയോ എനിക്ക്? ബൈപ്പാസ് അവിടെ മൈജി ഫ്യൂച്ചർ അറിയോ എനിക്ക്? മിച്ചർ അല്ലടോ. കെട്ടണ കഴിച്ച് എന്നാ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ കഴിച്ചുതരാം.
പൗഡറോ? വേസ്റ്റ് കത്തിച്ചാണ് വാ കാണിച്ചു തരാം. ടേസ്റ്റ് ഇല്ലാത്ത സാധനം തിന്നണ. ഇതിന്റെ കജിന്റെ ചൂട് ചാറി നീർക്കോലി. കണ്ടോ ജി ഹംസാജി ഫ്യൂച്ചർ എന്താ അത് സന്തോഷത്തിന്റെ ചാവിയാണ്. ചാവിയോ? അതെന്താ? അത് ദേശത്തിന്റെ പൂട്ടാണ്. ഇതാണ് ആ സാധനം. ഇതാ താക്കത്തിന്റെ ആട്ടിലല്ലേ. ഇത് വാങ്ങി തിന്നാറിനപ്പോ ജിന്നോട് എന്തേ പറഞ്ഞത്? അത് കുട്ടികൾക്കും പെറ്റെടുക്കണവർക്കൊക്കെ ഉള്ളതാണ്. വെറുതെ അല്ല ചങ്ങക്ക് തച്ചു. ചില്ലറക്കാരനല്ല. ഓ ഇന്ത്യ തകർക്കാൻ മാത്രല്ല കേരളം തകർക്കാണ് കോയെ. മുണ്ടാ നടന്നാച്ച് അത് പോണ്ട, അടുത്തേക്ക് പോണ്ടടി. ഹംസേ എവിടുത്തെ ജി സാധനം വാങ്ങിയേ? ഇത് ഇബാബ് ഇൻസിനേറ്റർ എന്ന് പറഞ്ഞ കമ്പനി നിന്ന് വാങ്ങിയാണ് കോയെ. ഇതുകൊണ്ട് എന്താ വെച്ചാല് നമ്മളെ വീട്ടിലുള്ള എല്ലാ കച്ചറിയും സാധനം ഒക്കെ ഇതിലിട്ട് കത്തിക്കുക. നമ്മളെ കുട്ടികളെ മറ്റേ ഡൈപ്പറൊക്കെ ആണോ? ഇത് കേൾക്കുക. അവിടെ ജൂലൈ 16 തൊട്ട് 19 വരെ 4 ദിവസം വലിയൊരു ഓഫർ നടക്കുന്നുണ്ട് പാപ്പുട്ടിയെ. ഏതായാലും നാസറേ ഇതൊന്ന് വായിത്തുന്നോ? ഇതിനെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട്. ചൊർക്കും കൂടും താക്കത്തും ഉണ്ടാവും. പിന്നെ അതല്ലാണ്ട് ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ വളരെ സിമ്പിൾ ആയിട്ട് കത്തിച്ച് കളയാൻ പറ്റും കോയെ. അല്ല പ്ലാസ്റ്റിക് കത്തിച്ചാൻ പറ്റുമോ? പ്ലാസ്റ്റിക് അല്ലാത്ത എല്ലാ സാധനവും നമുക്ക് ഇതിലിട്ട് കത്തിക്കാൻ പറ്റും. അത് ഹരിത കർമ്മസേനക്കാർ. തനിക്കേ അവിടെ പോവാൻ നല്ലത്. അതാകുമ്പോ കുറഞ്ഞ പൈസക്ക് സാധനങ്ങൾ കിട്ടും. പിന്നെ ഈ വാർത്ത നമ്മളെ നാട്ടിലും കൂടെ ഒന്ന് അങ്ങോട്ട് പരത്തിക്കോ. ഈ വാർത്ത നേരം പരത്തും. അന്ന് എനിക്ക് തരാനുള്ള ഇങ്ങോട്ട് തരാ. അതൊക്കെ ഗൂഗിൾ പേ. എന്ത് പേണ്? കണ്ടോ ഞാൻ കിട്ടിയത് തന്നെ ഈ പേപ്പട്ടി അല്ല അപ്പൊ ഞങ്ങളെ ആട്ടിലേഹങ്ങൾ കൊണ്ടുപോയിക്കോളും. ഇവരെ ബന്ധപ്പെടാൻ പറ്റുന്ന 2 നമ്പർ ഉണ്ട്. ആ നമ്പറിൽ വിളിച്ച് പറഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവർ കേരളത്തിന്റെ എല്ലാ മുക്കുമൂലയിലും കൊണ്ടുവന്ന് നമുക്ക് ഫിറ്റ് ചെയ്ത് തരും. അപ്പൊ ഞങ്ങളെ ഇത് ഒരു മോഡൽ കുട്ടി. ഏത് വാപ്പയാണോ ഈ ഗൂഗിൾ പേ കണ്ടെത്തി? ഞങ്ങൾ ഇപ്പൊ ഉള്ളത്